എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം പോലീസ് വിപുലീകരിച്ചു. 4 വനിതകൾ ഉൾപ്പെടെ 22 അംഗ സംഘമാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുക. കൊലപാതക കേസിൽ അമ്മ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തേക്കും. പീഡന കേസിൽ പ്രതിക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു പടമുണ്ട്. അതായത് ഈ പ്രതി വാവിട്ട് നിലവിളിച്ച് സങ്കടം സഹിക്കാൻ കഴിയാതെ ഈ കുഞ്ഞിൻ്റെ പൊതുദർശന വേളയിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. എത്ര നല്ല നടനാണ് ഈ മനുഷ്യൻ, പറയും. എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഇയാൾ ഈ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളും അച്ഛനെ സമാധാനിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം ഈ അമ്മയെ കുറ്റം പറയുന്ന ബൈറ്റുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇയാളുടെ മുഖത്ത് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും നടന്നത് ഒരുപക്ഷെ ഈ സമീപകാലത്ത് കേരളം കേട്ടിട്ടുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന ക്രൂര കഥയെന്നാണ് പിന്നീട് അറിഞ്ഞത്. 1.5 വർഷമായി, അതായത് 2 വയസ്സ് മുതൽ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിലുള്ള പെൺകുഞ്ഞിനെയാണ് ഇയാൾ ഇത്തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചത്. അത് മാത്രമല്ല, ആ പെൺകുഞ്ഞ് ഇയാളെ പൂർണ്ണമായും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കരുത്താകുമെന്ന കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ അതിക്രൂര പീഡനം ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. 2 കേസുകളായി തന്നെയാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നത്. ഒന്ന് ഈ അമ്മ കൊലപ്പെടുത്തിയ കേസ്, മറ്റൊന്ന് പെൺകുട്ടിയുടെ പോക്സോ കേസ്. ഈ അമ്മ കൊലപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്നത് ചെങ്ങമനാട് പോലീസാണ്. ഞാനിപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെയാണ് അമ്മയെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം പുരോഗമിക്കുന്നത്. ഇന്ന് അവരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും പോലീസ് കരുതുന്നത് ഇത് ഈ പിതാവിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യത്തിൽ നിന്നുണ്ടായ കൊലപാതകം എന്ന് തന്നെയാണ്. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്ത് ഇയാൾ എവിടെയെല്ലാം വെച്ച് ഏതെല്ലാം സമയത്ത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. ഒപ്പം ശാസ്ത്രീയ തെളിവുകളുടെ സമാഹരണവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാണ്. ഒപ്പം ഈ 2 പേരെയും, കുട്ടിയുടെ അമ്മയെയും ഈ പോക്സോ കേസ് പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അമ്മക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമായിരുന്നോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുക ആണ് പോലീസിന്റെ ആ 2 പേരെയും ഇരുത്തി ചോദ്യം ചെയ്യുന്നത് വഴി പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അത് ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. തിങ്കളാഴ്ചയോടുകൂടി അയാളെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ 2 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. മറ്റാർക്കെങ്കിലും ഈ പോക്സോ കേസിന്റെ വിവരം അറിയുമെങ്കിൽ അവരെ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകും. സ്വാഭാവികമായി അവർ പ്രതിയാവും. കാരണം 2.5 വയസ്സ് മുതൽ ഏകദേശം 4 വയസ്സ് വരെ പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് ആരോടെങ്കിലും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അവർ മറച്ചുവെച്ചത് എന്തിന് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയില്ല. അമ്മ മാത്രം പ്രതി എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ എന്തിന് കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരം വേണം. അമ്മ നൽകിയ മൊഴിയുണ്ട്, കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു, അതോടൊപ്പം പിതാവിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപ്പെടുത്തി തുടങ്ങിയ മൊഴികളൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ പോക്സോ കേസ് കുട്ടി പീഡനത്തിനിരയായത് അറിഞ്ഞിട്ടാണോ അമ്മ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. അതിലൊന്നും ഒരു വ്യക്തത ഇപ്പോഴും പോലീസിന് വന്നിട്ടില്ല. ഈ 5 ദിവസത്തെ ചോദ്യം ചെയ്യലിലായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ പോലീസ് എത്തുക. അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. അതിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. അത് ഈ അമ്മയെ ചോദ്യം ചെയ്തതിനോടൊപ്പം പോക്സോ കേസ് കൂടി വന്ന പശ്ചാത്തലത്തിലാണ് 4 പേരെ കൂടി, വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകളുടെ സമാഹരണവും CCTV ദൃശ്യങ്ങളുടെ സമാഹരണവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.